ദുരന്തർ OTT വന്നിട്ടുണ്ട്. ഈ സിനിമ കണ്ട് വൺ ടൈം വണ്ടർ. ഇതുപോലൊരു സിനിമയൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന പടങ്ങളാണ്. എജ്ജാതി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് പണ്ണൽ എന്നൊക്കെ പറയത്തില്ലേ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവിക്കത്തുള്ളൂ. അന്യായം പടം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ അന്യായം പടം. 4 മണിക്കൂറുണ്ട് ഈ സിനിമ. ഒരു നിമിഷം പോലും ബോറടിക്കാത്ത അന്യായം പടം. ഇതുപോലൊരു സിനിമ. രൺവീർ സിംഗിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ല. പുള്ളിക്ക് നാഷണൽ അവാർഡ് എടുത്ത് വെച്ചോ. അടുത്ത നാഷണൽ അവാർഡ് രൺവീർ സിംഗിന് എടുത്ത് വെച്ച്. എന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ, എന്തൊരു നടനാണ് ഇങ്ങേരുടെ സ്വാഗും അങ്ങേരുടെ ലുക്കും തകർത്ത് കളഞ്ഞു. അത് ഒരു രക്ഷയില്ലാത്ത നടൻ, അസാധ്യ നടൻ. പുള്ളിയുടെ ലെവല് സത്യം പറഞ്ഞാൽ ഇത് 83 സിനിമ, കപിൽദേവിൻ്റെ സിനിമ കണ്ടപ്പോഴേ മനസ്സിലായതാണ്. അന്യായ നടൻ. ഇതിനകത്ത് ഇടയ്ക്കൊരു സീനുണ്ട് ഈ സിനിമയ്ക്കകത്ത്. മേരാ നാം നരേന്ദ്ര ദാമോദർ ദാസ് മോദി. സത്യം പറഞ്ഞാൽ ആ സീൻ രോമാഞ്ചം വന്നു. അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്, ഒരു ചായക്കടക്കാരൻ അധികാരത്തിൽ വന്നതിന് ശേഷം പലരുടെയും പേടി വർദ്ധിച്ചെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോമാഞ്ചം. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് എടുത്ത് ഈ സിനിമയ്ക്ക് അത് പറയണ്ട. ഇപ്പം മനസ്സിലായി കാണും 2016 നവംബർ 8 നോട്ട് നിരോധിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും. അന്യായം പടം. ഇതിനകത്ത് ഒരു രക്ഷയില്ല. കിട്ടിലം പടം. ഇത് ഈ സിനിമയിൽ ഇതിൽ കൂടുതൽ ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഓൾ ഏരിയ അന്യായം പടം.